നമസ്കാരം. ഹിന്ദുമതം, ഞാൻ ജന്തുമതം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഹിന്ദുമതത്തിൽ പുതിയ പുതിയ അവതാരങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ സമാധി ഒരെണ്ണം കണ്ടല്ലോ, അത് അടുത്ത സമാധി വന്നിട്ടുണ്ട്. ഒരു സമാധി ഇപ്പം ഏത് രൂപത്തിൽ ആകെ കൂടി കെട്ടിമറിയുമ്പോൾ പ്രേതമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം അടുത്ത സമാധി യുക്തൻ വന്നിട്ടുണ്ട്. ഹിന്ദുമതത്തിലെ പുനർജന്മ സങ്കല്പം സത്യമാണ്. എൻ്റെ പഴയ ജന്മം എന്തായിരുന്നു നിങ്ങൾക്കറിയണോ? ഞാൻ ഇതിനു മുമ്പ് എന്തായിരുന്നു അറിയണോ? ഞാനൊരു പോത്തായിരുന്നു. എനിക്ക് പറഞ്ഞൂടെ? നിങ്ങൾക്കും പറഞ്ഞൂടെ? ആരാ ചോദ്യം ചെയ്യേ? ഇതേ പോലെ ആൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അയാൾ പറയുന്നു ഞാൻ പഴയ ജന്മത്തിൽ ഹിമാലയത്തിലായിരുന്നു. ഈ ജന്മത്തിൽ ആരാന്നറിയോ? മുസ്ലിമാണ് കേട്ടോ. മുസ്ലിമായിട്ടാണ് ജനിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ വിഷം മാറി ഹിന്ദുവായിട്ടാണ് നടക്കുന്നത് കേട്ടോ. ആകെ കുഴഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. ചികിത്സയ്ക്ക് കുറച്ച് കുറവ്, ചികിത്സ കിട്ടാത്തതിന് കുറവുണ്ടെന്നാണ് തോന്നുന്നത്. നമസ്കാരം. എല്ലാ മതങ്ങളും തുടക്കത്തിൽ 100% വൃത്തിരൂപമായിരിക്കും, 100% ധർമ്മരൂപമായിരിക്കും. ധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മം ചെയ്തുകൊണ്ട് കർമ്മരൂപമായിരിക്കും. പക്ഷെ പിന്നീട് എന്തുണ്ടാകുന്നു? 4-ാമത്തെ അധ്യായത്തിൽ, ഗീത 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നിന്നെപ്പോലുള്ള കൂശ്മാണ്ഡങ്ങൾ ജനിച്ചതാണ് ഈ ധർമ്മം ഇങ്ങനെയാവാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നുണ്ട്, അർജുനോട് പറയുന്നുണ്ട്, ഇന്ദ്രിയ വിജയം നേടാത്ത നിന്നെപ്പോലുള്ള രാജാക്കന്മാരാണ് ഈ ധർമ്മത്തെ നശിപ്പിച്ചത് എന്ന്. അപ്പം എല്ലാ കാലഘട്ടത്തിലും ഭഗവാൻ ഗീതയിൽ പറയുന്ന പ്രശസ്തമായിട്ട് ശ്ലോകമുണ്ട്, യഥാ യഥാഹി ധർമ്മസ്യ. അതിൽ പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കും, അധർമ്മം മേലോട്ട് കയറും. അധർമ്മത്തിൻ്റെ വക്താക്കൾ ധർമ്മം പറയാൻ തുടങ്ങും. അപ്പോൾ ആ ധർമ്മത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കും, സൃജാമി അഹം, ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുക പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പരിത്രാണായ സാധൂനാം എന്നിത്യാദി കാര്യങ്ങൾക്ക്. നല്ലവരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ധർമ്മികളായിട്ടുള്ള ആളുകളെ മേൽക്കയറ്റാനും അല്ലാത്ത ആളുകളെ അനിഹിലേറ്റ് ചെയ്യാനും വേണ്ടി ഞാൻ അവതരിക്കുന്നത് ഭഗവാൻ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഉള്ളതുകൊണ്ട്. ഹിന്ദുമതത്തിലെ പുനർജന്മ സങ്കല്പം അത് ഒരു ശാസ്ത്രമാണെന്നാണ് പറയുന്നത്. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? പുനർജന്മ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു ജന്മത്തിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു കുട്ടി, ആ ഗർഭപാത്രത്തിൽ ഇരുട്ടിൽ കിടക്കുന്ന ഒരു കുട്ടി, കൃത്യമായിട്ടുള്ള പ്രജ്ഞയില്ലാത്തൊരു കുട്ടി, അമ്മ കഴിക്കുന്ന ആഹാരത്തിന് പോഷകാംശം മാത്രം എടുത്തുകൊണ്ട്, അമ്മ ശ്വസിക്കുന്നതിനുള്ള ആ ഓക്സിജൻ മാത്രം, ആ പ്രാണവായു മാത്രം എടുത്തുകൊണ്ട്, തനതായിട്ടുള്ള വ്യക്തിത്വമില്ലാതെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി പുറത്ത് വരുമ്പോൾ തണുപ്പറിയുന്നു, ചൂടറിയുന്നു, അവൻ കരയുന്നു, അവൻ ചിരിക്കുന്നു, അവൻ്റെ വിശപ്പുണ്ട്, അവൻ്റെ വിശപ്പ് അവൻ മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവൻ വ്യക്തമാകുന്നു, അപ്പോൾ അവൻ വ്യക്തിയാകുന്നു, അപ്പോൾ അവന് മാറ്റം ഉണ്ടാകുന്നു. അതൊരു പുതിയ ലോകമാണ്. ഒരു പുതിയ കാഴ്ച, ഒരു പുതിയ കേൾവി, ഇന്ദ്രിയങ്ങളാൽ ആവാഹിച്ചെടുക്കുന്ന എന്തും തന്നെ അവന് പുതിയ ലോകം, പുതിയ ലോകം, പുതിയ ലോകം, പുതിയ ലോകം. അതാണ് പുനർജന്മമായിട്ട് സനാതന ധർമ്മം പറഞ്ഞിട്ടുള്ളത്. അല്ല ചത്തുപോയിട്ട് പട്ടിയായിട്ട് ജനിക്കുക, പട്ടി ചത്തുപോയിട്ട് പൂച്ചയായിട്ട് ജനിക്കുക, അതെങ്കിലും കാവ്യാത്മകമായിട്ട് നമ്മൾ പറയും, നീയൊക്കെ ഇങ്ങനെ ചെയ്തോ, അടുത്ത ജന്മത്തിൽ നീ പട്ടിയായിട്ട് ജനിക്കും എന്നൊക്കെ പറയും. പക്ഷെ അതിപ്പോൾ തിയറിയാണെന്നാണ് പറയുന്നത്. എനിക്കത് സത്യമാണ്, അതെൻ്റെ അനുഭവമാണെന്നാണ് ശ്രീ എം എന്ന് പറയുന്ന മുസ്ലിമാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദുമതത്തിലെ പുനർജന്മ സങ്കല്പം പലർക്കും തിയറിയാണെങ്കിൽ എനിക്കത് പലർക്കും വെറുമൊരു സങ്കല്പമാണെങ്കിൽ എനിക്കതൊരു തിയറിയാണ്, അത് സത്യമാണ്, എനിക്ക് അനുഭവമുണ്ടെന്ന് സന്യാസി വര്യൻ. ഇവിടെയുള്ള സന്യാസിമാർ, ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയാം, കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ ചിദാനന്ദപുരി സ്വാമികൾ പറയൂ, ഇത് പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹം പറയൂ. ഇനിയിപ്പോൾ അദ്ദേഹം പറയാൻ നിർബന്ധിതനാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. പക്ഷെ എന്തോ അവരെയും കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് കുറേ വിഷമങ്ങളുണ്ട്. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അനുവദിച്ച അഭിമുഖം, ഇത് ലോകമെമ്പാടും പോകുന്നൊരു സാധനമാണ് കേട്ടോ. ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് വാസ്തവത്തിൽ. ഇവിടെ ഒരു മതത്തിനകത്തും ചത്തുപോയി കഴിഞ്ഞ ഒരാൾ പിന്നെ പട്ടിയായിട്ട് ജനിക്കുന്നു, പൂച്ചയായിട്ട് ജനിക്കുന്നു, അവിടെ പട്ടിയായിട്ട് മരിച്ച ഒരാൾ രാജാവായിട്ട് പുനർജനിക്കുന്നു. ഇതിൻ്റെ ശാസ്ത്രവിധിയൊന്നും എഴുതി വെച്ചിട്ടില്ല. ഓരോ അനുഭവങ്ങളും അവസാനം എല്ലാ അനുഭവങ്ങളും എല്ലാ കാഴ്ചകളും എല്ലാ ശേഖരണങ്ങളും ഇന്ദ്രിയ സംബന്ധിയായിട്ടുള്ള എല്ലാ ശേഖരണങ്ങളും
അവസാനം അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ് ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിൽ നിന്നുള്ള ഏറ്റുവാങ്ങലിന് അർത്ഥമില്ല. അത് ഇന്ന് വരും, നാളെ നിലനിൽക്കും, മറ്റന്നാൾ പോകുന്നതാണ്. അവസാന സത്യം ഞാൻ മാത്രമാണെന്ന് അറിയുന്ന ആ അവസ്ഥയിൽ അയാൾക്ക് കിട്ടുന്നതാണ് മോക്ഷം. അത് ജീവിച്ചിരിക്കുമ്പോഴാണ്, ചത്തുപോയിട്ടല്ല മോക്ഷം കിട്ടുന്നത്. അത് അറിവാ, ദാറ്റ് ഈസ് ടു ബി നോൺ റിയലി. അത് ശേഖരിച്ച് വെക്കാനുള്ളതല്ല, അതൊരു അറിവാണ്. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു? അയാളുടെ ജന്മങ്ങൾ അവസാനിക്കുന്നു. ജന്മം എന്തിനു വേണ്ടിയിട്ടാണ്? അതിനു വേണ്ടി, അല്ല ഇതിനു വേണ്ടി. ഐ വാണ്ട് ടു ബിക്കം, എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കതുണ്ട്, എനിക്കില്ലാത്ത ഇതാണ്, അതും കൂടി വേണം. അതിനടുത്ത ജന്മം. ഇതിനൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് യേശുദാസായിട്ട് ജനിക്കണം, ഇതിനൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് വിധോവനായിട്ട് ജനിക്കണം, ഇതിനൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് വലിയ മജീഷ്യനായിട്ട് ജനിക്കണം, മുതുകാട്, നമ്മുടെ ഗോപിനാഥ് മുതുകാടായിട്ട് എന്നൊക്കെയും പറയുന്ന പലർക്കും അവരുടെ അഭിലാഷങ്ങളും ഈ ജന്മത്തിൽ തീർന്നെങ്കിൽ അടുത്ത ജന്മത്തെക്കുറിച്ചുള്ളൊരു മോഹം. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയത്. സത്യമാണ്, പുനർജന്മം സത്യമാണ്. എങ്ങനെ? ഓരോ ജന്മത്തിലും ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലും അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ശാരീരികമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അയാളുടെ ശരീരത്തിൽ നിന്ന് കോടാനുകോടി കോശങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ്. 12 വർഷം കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ പല്ല് പോലും മാറിപ്പോകും. കുട്ടിക്കാലത്ത് കാണുന്ന പല്ലല്ല, അതിൽ നിന്ന് അടർന്നു പോകുന്നുണ്ട്, വേറെ വരുന്നുണ്ട്. അപ്പോൾ ശാരീരികമായിട്ട് ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലും മാറും. ആന്തരികമായിട്ടും അയാളുടെ ഓരോ അനുഭവങ്ങൾ അയാളെ മാറ്റും. ഇതിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത്. അത് അവസാനം എപ്പോഴാണ് മാറാതിരിക്കുക? ഒരു ചിന്തയുമില്ല. എനിക്കിനി ഇനിയൊരു ജന്മം വേണ്ടെന്ന് സ്വയം വിധിക്കുമ്പോൾ, ഇനിയൊരു പുനർജന്മം വേണ്ടെന്ന് സ്വയം വിചാരിക്കുമ്പോൾ അതെങ്ങനെയാണ്? എനിക്കിനി ഒന്നും ഇവിടെ നേടാനില്ല, അതുകൊണ്ടൊരു കർമ്മവുമില്ല, അതുകൊണ്ടൊരു ധർമ്മവുമില്ല. കർമ്മരഹിതമായിട്ട് ഞാനിവിടെ കഴിയുന്നു, ഉർവാരുകം പോലെ. ഇനി ഒന്ന് കൊഴിഞ്ഞു വീഴുക മാത്രമേ വേണ്ടൂ. അതാണ് വാസ്തവത്തിൽ മുജ്ജന്മ സിദ്ധാന്തം. ഇപ്പോൾ ഇയാൾ പറയുന്നത് മുജ്ജന്മത്തിൽ ഞാൻ ഹിമാലയത്തിലാണ് ജനിച്ചു വളർന്നത്. ഇവിടെ എനിക്ക് പറഞ്ഞൂടെ? ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഇയാളെ കണ്ടിട്ടുണ്ട്, ഇയാളോടെ കള്ളനായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞൂടെ? ഏത് പോലീസിനെ പിടിക്കാൻ പറ്റുക? അല്ല ഏത് കോടതിയെ ചോദ്യം ചെയ്യാൻ പറ്റുക? ഇത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണ്. കോടതിയോട് ഞാൻ പറയും, എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇയാളെ കാണുന്നത് ജയിലിൽ എടുക്കുന്ന കാണുന്നത്, കുറേ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുറേ അമ്പലങ്ങളിൽ കൊള്ള നടത്തിയിട്ട് കിരീടം കട്ടിട്ട് എന്നെനിക്ക് പറഞ്ഞൂടെ? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മറ്റേ അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു പറഞ്ഞൂടെ? ആരെപ്പം അത് ചോദ്യം ചെയ്യാൻ? മുജ്ജന്മത്തിൽ ഞാൻ ഹിമാലയത്തിലാണ്. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒമ്പമ്പോ എന്നും പറഞ്ഞ് വീടിൻ്റെ ഇയാളുടെ മുമ്പിൽ കോലിമിഠായും വായിലിട്ടിരുന്നിട്ട് അത് അതുപോലെ വിഴുങ്ങുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതാണ് ഇയാളുടെയും മിടുക്കതാണ്. പിന്നീട് പുനർജന്മത്തിൽ തിരുവനന്തപുരത്ത് ജനിച്ചു. മുംതാസ് അലി ഖാൻ എന്ന പേരിലൊരു മുസ്ലിം കുടുംബത്തിലായിരുന്നു ജനിച്ചത് എന്ന് ഈ എന്ന് പറഞ്ഞ ആൾ പറയുന്നു. ഇദ്ദേഹം രചിച്ച ആത്മകഥയിലും താൻ മുജ്ജന്മത്തിൽ ഹിമാലയത്തിലാണ് ജീവിച്ചിരുന്നത് അവകാശപ്പെടുന്നു. ഹിമാലയത്തിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ ഗുരു ബാബാജി, അയാളെന്നാ ജനിച്ച അയാളെന്നാ ചത്തേന്ന് ആർക്കും അറിയില്ല. ഗുരു ബാബാജി അങ്ങനെ ഒരുത്തരുണ്ട്. ചിലർ പറയും 1500 വർഷമായിരുന്നു, ചിലർ 2500 വർഷമായിരുന്നു, ചിലർ പറയുന്ന 450 എന്നൊക്കെയും പറയുന്ന. ഇവിടെ ഏതോ ഒരാളുണ്ടായിരുന്നു മറ്റേ ദക്ഷിണ കേരളത്തിൽ, ഗുരു പ്രഭാകര യോഗിയെ മറ്റോ, അയാൾ ഇപ്പോഴും കണ്ടെത്താം. നാളെ റഷ്യയിൽ വെച്ച് കണ്ടു അത്രേ, പുട്ടിനായിട്ട് വർത്തമാനം പറയുകയാണെന്ന്. ഇത് എന്താ പറയുന്നത്? നമ്മൾ ശരിക്കും പറയാൻ ചെണ്ടല്ലോ, വല്ല എന്താ പറയാം, ഇതുകൊണ്ട് കാര്യമില്ലല്ലേ? വല്ല നല്ല പത്രം ഇത്താലയിലൊന്ന് വെച്ച് കൊടുക്കാൻ തോന്നും. അത് ഹിന്ദുവായിട്ട് ജനിച്ചു പോയില്ലേ വാസ്തവത്തിൽ? എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് കാര്യമില്ല അല്ലേ? വല്ല ഇരുമ്പ് കൂടെ തലയിലിട്ടൊരു അടി കൊടുത്ത് അവിടെ തീരുമല്ലോ. ഇതൊക്കെ കേൾക്കണേലും ഭേദം അതല്ലേ വാസ്തവത്തിൽ നല്ലത്? അപ്പോൾ ഇയാൾ പറഞ്ഞ ഗുരു ബാബാജി എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരി, ഒരു ആചാരനെ കണ്ടെത്തി അയാൾ മോക്ഷമല്ലേ കൊടുക്കേണ്ടത്? പിന്നെ രണ്ടാമത് ജന്മമാണോ കൊടുക്കേണ്ടത്? രണ്ടാമത് ജന്മം ആഗ്രഹിക്കുകയാണോ വേണ്ടത്? ഇവിടെ പ്രമാണത്തിനകത്ത് എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ഇതാണ് കേട്ടോ, കഠോപനിഷത്ത്. വായിക്കാൻ പറ്റുന്നുണ്ടോ? സംസ്കൃതമാണ്, കഠോപനിഷത്ത്. മനസ്സിലായോ? അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. നചികേതസ് എന്ന് പറയുന്ന ഒരു ബാലകനാണ്, കൗപീനധാരിയായിട്ടുള്ള ബാലകൻ. അദ്ദേഹം യമധർമ്മൻ്റെ അടുത്ത് എത്തുകയാണ്. അതിൻ്റെ സാഹചര്യങ്ങളും വിശദീകരിക്കില്ല കേട്ടോ കഠോപനിഷത്തിൽ. യമധർമ്മൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് യമധർമ്മം പറയുകയാണ്, എന്താണ് നിനക്ക് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്താണ് വാട്ട് ഈസ് അബ്സല്യൂട്ട് റിയാലിറ്റി എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ മരണം അനുപ്രാക്ഷിഹി, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ചോദിക്കരുത്, എനിക്ക് മനസ്സിലാവില്ല, പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അസൂയയാണ്, വേറെ ആൾ അറിയരുത്. ദേവന്മാർ പോലും ആ പരമരഹസ്യം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക, ദേവന്മാർക്ക് പോലും അറിയില്ല എന്ന് വേറെ കാര്യം. അപ്പം അത് പറഞ്ഞേ എനിക്ക് വേറൊന്നും വേണ്ട. അപ്പം അയാൾ പറയേണ്ടത്, സദായുഷ പുത്ര പൗത്രാൻ ഋണേഷ്വ
ബഹോൻ പശുൻ ഹസ്തി ഹിരണ്യമശ്വാൻ ഭൂമേർമഹദായതനം വൃണീഷ്വ സ്വയം ച ജീവ ശരദോ യാവതിച്ഛസി. നിനക്ക് ഞാൻ പൂത്തിനെ തരാം, നിനക്ക് ഞാൻ പശുവിനെ തരാം, ഒരു 10 ലുലുമാൾ നിനക്ക് എഴുതി തരാം, നിൻ്റെ പേര് അങ്ങോട്ട് എഴുതി തരാം. നീ ബിസിനസ് നടത്തിയിട്ട് യൂസഫിനേക്കാൾ മേലെ നീ പോയിക്കോ, അതും ഞാൻ നിനക്ക് തരാം. പുത്രന്മാരെ തരാം, പൗത്രന്മാരെ തരാം, അപ്പോഴും നീ ജീവിച്ചിരിക്കും. അപ്പം നിനക്ക് ജന്മജന്മങ്ങൾ വേണ്ടത്ര തരാം, സ്വർണം തരാം. മാത്രമല്ല ഭൂമിയിൽ ആവശ്യമുള്ള എത്ര കാലം ജീവിച്ചിരിക്കണോ അത്ര കാലം തരാം. ചത്തു കഴിഞ്ഞാൽ പിന്നെ നിന്നെ പുനർജന്മിപ്പിക്കാം, അവിടെ ജനിപ്പിക്കാം. നല്ല നല്ല മറ്റേ റെറ്റി ന്യൂസ് യുവതികൾ ഇതൊക്കെ നിനക്ക് തരാം. ദയവ് ചെയ്ത് മരണം അനുപ്രാക്ഷീഹി, മരണം നീ ചോദിക്കരുത് മോനെ. കാരണം വെച്ചാൽ അയാൾക്കറിയാം ഈ മോക്ഷം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് അത് നിനക്ക് തരാൻ പറ്റില്ല. പക്ഷെ പയ്യൻ വിടുന്നില്ല. പയ്യൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല അവിടെ പോയിട്ട്. എനിക്കത് അറിയാം, ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിരാഹാരമാണ്. നജികേതസ് എന്ന പയ്യൻ്റെ പേര്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഹേ മിസ്റ്റർ, നിങ്ങളുടെ ഡാൻസ് ആൻഡ് മ്യൂസിക് എവറിത്തിങ് മേ യു കീപ് ടു യുവർ സെൽഫ്. എനിക്കത് വേണ്ട. ഐ വാണ്ട് ടു നോ വാട്ട് ഈസ് അബ്സല്യൂട്ട് റിയാലിറ്റി. ന വിത്തേന പ്രതർപ്പണിയോ മനുഷ്യ. മാൻ ഈസ് നെവർ 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 സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പൊസഷൻസ് അലോൺ. ഹി വാണ്ട് മോർ, ഹി വാണ്ട് മോർ, ഹി വാണ്ട് മോർ. ഇതാണ് അവൻ്റെ സ്ഥിതി. അപ്പോൾ പറയുന്നു, ന വിത്തേന തർപ്പണിയോ മനുഷ്യ ലപ്സ്യാമഹേ ലപ്സ്യാമഹേ വിത്തഭദ്രാക്ഷജത്വ ജീവിഷ്യാമോ യാവതീ ശിഷ്യസിത്വം വരസ്തുമേ വരണീയസ ഏവ. വിടാതെ പിടിക്കുകയാണ്. എനിക്കൊരു ജന്മമല്ല വേണ്ടത്, ഇനി ഭൂമണ്ഡലത്തിലെ ഒരു സുഖവാഴ്ചയല്ല വേണ്ടത്. എൻ്റെ അച്ഛൻ അവിടെ നിന്ന് കരയുന്നുണ്ട്, എനിക്ക് അയാളെ കാണുന്നു വേണ്ട. അയാളുടെ പുറത്തു വന്നു അല്ലാതെ എനിക്ക് അയാളുമായിട്ട് എന്താ ബന്ധം? അതൊക്കെയാണ് മോക്ഷ സിദ്ധാന്തത്തിൻ്റെ ഭാഗങ്ങൾ. അപ്പം ഇയാൾ പറയുന്നത് ആചാര്യനെ കണ്ടെത്തിയപ്പോൾ അടുത്ത ജന്മം കിട്ടി, പിന്നത്തെ ജന്മം കിട്ടി. ആദ്യം ഹിമാലയത്തിലായിരുന്നു, പിന്നെ ഹിമാലയത്തിലായിരുന്നു, ഇപ്പം തിരുവനന്തപുരത്താണ് ജനിച്ചിട്ടുള്ളത്. ഇയാളെ ആചാര്യനായിട്ട് കാണാൻ ശ്രമിക്കുന്ന ആളുകളല്ലേ സത്യത്തിൽ? അല്ല, അവരെത്ര മാത്രമുള്ളൂ? പാവങ്ങൾ, ഇഗ്നറൻ്റ് പീപ്പിൾ, അജ്ഞാനികൾ ഇതിൻ്റെ പുറകിൽ പോകുന്നുണ്ടല്ലോ. ഇതേ ഇപ്പോൾ ഇവിടെ എന്തായാലും പറയുക, പകുതി സമ്പൂർണ്ണമായിട്ട് കേരളത്തെ മുഴുവൻ പറ്റിച്ചു. എങ്ങനെ? പകുതി വെച്ച് പറ്റിച്ചു. പകുതി കൊണ്ട് സമ്പൂർണ്ണ കേരളത്തെ പറ്റിച്ചു. പകുതി രൂപയ്ക്ക് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞു. എത്ര ആളുകൾ അതിൻ്റെ പുറകിൽ പോയത്? ഇനി ഞാൻ വേറൊരു പ്രസ്താവന ഇറക്കുകയാണ്. ഞാനിവിടെ റോൾസ് റോയ്സ് കാർ, നമുക്ക് റോൾസ് റോയ്സ് കാർ എന്ന് പറഞ്ഞാൽ പരിചയം വരുന്നത് യൂസഫ് അലി സാഹിബിനെയാണ്. നമ്മുടെ നാട്ടിൽ ആരും കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ റോൾസ് റോയ്സ് കാർ ഇതാ ഞാനിവിടെ കൊടുക്കാൻ പോവുകയാണ്. എത്ര രൂപയ്ക്കാണെന്നറിയോ? 15,000 രൂപയ്ക്ക്. അതിനും പൈസ കൊണ്ടിട്ട് അവിടെ ആൾക്കാർ തയ്യാറാണ്. 1,00,000 രൂപയ്ക്ക് ഒരു വിമാനം തരാമെന്ന് പറഞ്ഞാൽ അതിനും പൈസ കൊണ്ടിട്ടാൻ തയ്യാറാണ്. ആൾക്കാരെ പറ്റിക്കാൻ അതിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആരാ കുറ്റക്കാർ വാസ്തവത്തിൽ? പകുതി പൈസയ്ക്ക് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ നിന്നവരും കുറ്റക്കാരല്ലേ വാസ്തവത്തിൽ? ആലോചിച്ച് നോക്കൂ, അതിൻ്റെ വസ്തുത അറിയാതെ. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്തരം ഈ ആളുകളെ പറ്റിക്കാൻ ആരാണോ പറ്റിക്കപ്പെടുന്നത് അവരും വാസ്തവത്തിൽ കുറ്റവാളികളാണ് സാരം. അപ്പം ഇയാൾ ഈ പറയുന്നു ഹിമാലയത്തിലായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, ഇത്തവണ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, കഴിഞ്ഞ ഹിമാലയത്തിൽ ഞാൻ ബാബാജിയുടെ ശിഷ്യനായിരുന്നു, ഇത്തവണ ഞാൻ മുസ്ലിമായിട്ടാണ് ജനിച്ചത്. പക്ഷെ മുസ്ലിം ഒട്ടും ശരിയല്ല, മുസ്ലിങ്ങൾ ഒട്ടും ശരിയല്ല. ഈ ലോകത്തിൽ രണ്ടാമത് സംഖ്യയുടെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനം മുസ്ലിം മതത്തിനാണ്. അപ്പം അവിടെയുള്ള ആൾക്കാർ ആരും ശരിയല്ല. ഈ ചാണകത്തീനികൾ, മൂത്രം കുടിയന്മാർ, അവരൊക്കെയാണ് നമ്പർ 1 എന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. മാത്രമല്ല ഇയാളെ പോലും ഒരു അമ്പലത്തിൽ കയറ്റില്ല കേട്ടോ. ഈ പറയുന്ന ഒരാളെ പോലും ഒരു അമ്പലത്തിനകത്ത് കയറ്റില്ല. കാരണം അയാൾ മുസ്ലിമാണ്. ഇയാളെ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റില്ല. കാരണം എന്താണ്? ഇയാൾ മുസ്ലിമാണ്. അതിനൊരു പൂവെടുത്ത് വിഗ്രഹത്തെ വിടാൻ സമ്മതിക്കൂ? ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ചെണ്ടമേ കിണ്ടിങ് എന്ന് കൊട്ടാൻ സമ്മതിക്കൂ? അപ്പം അറിയാം ഞാൻ ഹിന്ദു മതത്തിൻ്റെ സ്വാതന്ത്ര്യം, അന്തസ്, ആഭിയാത്യം, പെരുമ, മഹിമ ഒന്നുമില്ലടോ, ഒന്നുമില്ല. ഹിന്ദു മതത്തിൽ ഒന്നുമില്ല. ഹിന്ദു മതം എന്നൊരു മതമില്ല. ഇവിടെ നായർ മതം, ഈഴവ മതം, പുലയ മതം, പറയ മതം, വേട്ടു മതം, അതുപോലെ തന്നെ മറ്റേ വിശ്വകർമ്മ മതം, അല്ലെങ്കിൽ നമ്പൂരി മതം, അല്ലെങ്കിൽ അയ്യർ മതം, ഇതൊക്കെ എവിടെയുള്ളൂ. അവർ തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല എന്ന് വേറൊരു സത്യം. എന്നിട്ടാണ് ഹിന്ദുമതം ഇല്ലാത്ത ഹിന്ദുമതത്തെ കുറിച്ച് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. ചെങ്കോൽ ഇല്ലാത്ത ചെങ്കോൽ എന്ന് പറഞ്ഞ പോലെ. അതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും
ഹിമാലയത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ ജീവിക്കുമ്പോൾ ഗുരു ബാബാജി പലപ്പോഴും എന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ജന്മത്തിൽ തിരുവനന്തപുരത്ത് മുംതാസ് അലി ഖാനായിട്ടൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച തൻ്റെ ജീവിതത്തിലേക്ക് 9ാമത്തെ വയസ്സിൽ വീണ്ടും മുമ്പിൽ കളിക്കുന്ന സമയത്ത് ഒരു അസാധാരണ മനുഷ്യൻ കടന്നു വരുന്നു. ഇനി കാര്യങ്ങൾ മിസ്റ്റേക്ക് ചെയ്യാണ്. ഒരു അസാധാരണ മനുഷ്യൻ കടന്നു വരികയാണ്. തിരുവനന്തപുരത്തിൻ്റെ വീട്ടിലേക്കാണ് കടന്നു വന്നത്. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചു. ഇതിനാണ് മിസ്റ്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളെ. ഉടനെ അത് കേൾക്കുന്നു, ഷോ അമ്പോ നിസ്സാരക്കാരനല്ല കേട്ടോ. എൻ്റെ തലയിൽ കൈവച്ച ശേഷം കടന്നുപോയി. തിരുവനന്തപുരത്ത് അന്ന് വന്ന് തലയിൽ സ്പർശിച്ചത് ആരായിരുന്നു എന്നറിയാമോ? ബാബാജി. ഉടനെ ആൾക്കാർ മുഴുവൻ ഈശ്വര കൃഷ്ണ ഇങ്ങനെയുള്ള ഊശാമ്പികൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഇതിനപ്പുറവും പറയും. അത് തന്നിൽ വലിയ മാറ്റം ഉണ്ടാക്കി. തലയിൽ കൈവച്ച സമയത്ത് 19ാമത്തെ വയസ്സിൽ ഞാൻ വീണ്ടും ഹിമാലയത്തിലേക്ക് പോയി. പിന്നീട് ഏറെ നാൾ ഹിമാലയത്തിൽ അലഞ്ഞു നടന്നു. വീണ്ടും ഗുരുവായിട്ടുള്ള ബാബാജിയായി. ഈ ബാബാജിയായിട്ട് ഇയാൾക്ക് എല്ലാ ജന്മത്തിലും കൂടിക്കൊഴി എന്നിട്ട് ഇതുവരെ ഗതി പിടിച്ചിട്ടില്ല. ഇപ്പോഴും മനുഷ്യനായിട്ട് ജീവിക്കേണ്ട ഗതികേടാ. ഏതായാലും ഹിന്ദുക്കൾ ഇത്തരം ആളുകളെ കൃഷ്ണന്റെ സമയത്ത് പല ജന്മങ്ങൾ താൻ ജനിച്ചിട്ടുണ്ടെന്ന് ഇയാളുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്രന്റീസ് ടു എ ഹിമാലയൻ മാസ്റ്റർ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ കാലത്ത് ഇയാളുണ്ടായിരുന്നു അത്രേ. കാടിയനെ കൊല്ലാൻ വേണ്ടിയിട്ട് നദിയിലേക്ക് എടുത്ത് ചാടുന്ന സമയത്ത് ഇയാളെ വിളിച്ചു പറഞ്ഞത് ചാടല്ലേ അച്യുതാ പറയില്ലേ, ചാടല്ലേ കാറ്റിലേക്ക് അച്യുതാ ചാടൽ ആറ്റിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ തെറ്റിക്കാക്കരുത്. ആറ്റിലേക്ക് അച്യുതാ ചാടുന്ന ഇയാളെ വിളിച്ച് പറഞ്ഞതാണ് പറയണത്. കൃഷ്ണൻ്റെ സമയത്ത് തന്നെ ഞാൻ ജനിച്ചിട്ടുണ്ട്. അന്ന് ഞാനൊരു സ്ത്രീയായിട്ട് ജനിച്ചത്. ഇപ്പോൾ പുരുഷനാണെന്ന് ഇയാൾ പറയുന്നത്. അന്ന് സ്ത്രീയായിരുന്നു, ഇപ്പോൾ പുരുഷനാണത്രേ. ഇപ്പോൾ പുരുഷൻ ആണത്രേ. പിന്നെ ജയ്സാൽമീറിലെ രാജകുടുംബത്തിൽ ഞാൻ ജനിച്ചിട്ടുണ്ട്. ആദിവാസി കുടുംബത്തിൽ ജനിച്ചിട്ടില്ല കേട്ടോ. പന്നിയായിട്ട് പട്ടിയായിട്ട് ജനിച്ചിട്ടില്ല. പറയലും പൊലയനായിട്ട് ജനിച്ചിട്ടില്ല. ഒക്കെയും വലിയ വലിയ അവസ്ഥകളാണ് ജനിച്ചിട്ടുള്ളത്. ജയ്സാൽമീറിലെ രാജകുടുംബത്തിൽ ഞാൻ ജനിച്ചിട്ടുണ്ട്. അന്നും ഗുരുവായിട്ടുള്ള ബാബാജിക്ക് ഇയാളുടെ പുറകിൽ കിടന്ന് നടക്കലാതുണ്ട്. അന്നും ബാബാജി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ജയ്സാൽമീർ രാജകുടുംബത്തിന് വേണ്ടിയുള്ള വസ്ത്രദാന രീതി സൃഷ്ടിച്ച് കൊടുത്തത് തൻ്റെ ഗുരു ബാബാജിയാണെന്ന് അന്ന് ജയ്സാൽമീറിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നോട് ബാബാജി യുദ്ധം മതിയാക്കി മുഴുവൻ സമയം ആത്മീയതയിലേക്ക് തിരിയാവശ്യപ്പെട്ടു. അവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിർത്തടാ, യുദ്ധമൊന്നും വേണ്ട, നീ കേരളത്തിൽ പോയിട്ട് അവിടെ കുറേ ആൾക്കാരുണ്ട്, ഊശാമ്പികൾ അവരോട് പോയിട്ട് നീ വേദാന്തം പറഞ്ഞോ, പൈസ ഉണ്ടാക്കാൻ സ്ഥലവും കിട്ടും. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, തനി ഊമ്പൽസ് പാർട്ടിയാണ്. അവരുടെ മുമ്പിൽ പോയിട്ട് ആത്മീയത പറഞ്ഞു. പിന്നെ അവിടുത്തെ ഹിന്ദുക്കൾ കുറേ ജന്തുക്കളുണ്ട്, അവരുടെ മുമ്പിൽ പോയിട്ട് വിളിച്ച് പറഞ്ഞോ, നിനക്ക് ഇഷ്ടമുള്ളവണ്ണം വിളിച്ചു പറഞ്ഞോ, അവർക്കിതൊന്നും അറിയില്ല എന്ന് ബാബാജി പറഞ്ഞു. അങ്ങനെ ഞാൻ കേരളത്തിലെത്തി. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുക എൻ്റെ ജന്മത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാലും തോന്നുക. കാരണം എന്താ, ആളുകൾ വിശ്വസിക്കാനുണ്ടെന്നുള്ളതാണ്. എന്നോട് പലരും വന്ന് ചോദിക്കും, സ്വാമി പനിയാണ്, എനിക്ക് ഊതി തരുമോ? എന്ത് ഊതി തരുന്ന ഡോക്ടറെ പോയി കൊണ്ടുവിടും നിങ്ങൾക്ക്? എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ല, സ്വാമി ഒന്ന് ഉണ്ടാക്കി തരുമോ? അല്ല സ്വാമി ഒരു മന്ത്രം ജപിച്ചിട്ട് ആ കുട്ടികളുണ്ടാക്കി തരുമോ? അവരോട് പറയും, നിങ്ങളെല്ലാം ഗൈനക് കോളേജിന് പോയി കാണുന്നു. സാമ്പത്തികമില്ല, കഷ്ടപ്പാടാണ്, വീട് കത്തി, ഭഗവാനുള്ളൊരു മന്ത്രം. ഞാൻ പറയും, നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കും. അപ്പോൾ അവർ പറഞ്ഞെന്താ പറയുക, അത് ശരിയാവില്ല, വേഷം കെട്ടി നടക്കാമല്ലോ, ഒരു കഴിവില്ലാണ്ട്. കഴിവുകൾ ഇതൊക്കെയാണ്, പാമ്പിനെ വിഴുകുക, തല കുത്തി നിൽക്കുക, ഈ രീതിയിൽ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇന്ന കോപ്പായിരുന്നു, ഇന്ന് വരാൻ പോണ ജന്മത്തിൽ മറ്റേ കോപ്പായിരുന്നു എന്നൊക്കെയും പറഞ്ഞ ആളുകളെ വിരളി പിടിപ്പിക്കുക. എൻ്റെ ദൈവമേ, കാരണം ഞാനിപ്പോഴും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് ഞാൻ മറന്നിട്ടില്ല. അവരുടെ രൂപവും എൻ്റെ മനസ്സിലുണ്ട്. ഇല്ലാതായി വരുന്നൊരു കാലഘട്ടം ഉണ്ടാവും. അത് ഞാനും പറയും, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയാണെന്നൊക്കെയും പറയും. ശംഭോ മഹാദേവ ശംഭോ.
ഞാൻ ഹിന്ദു മതത്തെ ഓർത്ത് പറഞ്ഞതാണ് കേട്ടോ അതൊക്കെ. ഏതായാലും എൻ്റെ കയ്യിലുണ്ട്, വേറെ മാർഗമില്ല. ഇനി ഇതിനെ നന്നാക്കാൻ പറ്റില്ല, ഇനി ഹിന്ദുമതത്തെ നന്നാക്കാൻ പറ്റില്ല. നീ പോയിട്ട് തൂങ്ങി ചാവടാ എന്ന് അവർ പറയും. അതുകൊണ്ട് ഞാൻ നാട് വിട്ടു. ഏതായാലും അവരെ ഉപദേശിക്കാനില്ല. ഈ കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ അറിയാതെ ഒരു കീഴ്ശ്വാസം പോലെ ഇങ്ങനെ പോകുന്നു എൻ്റെ വായിൽ കൂടെ. കീഴ്ശ്വാസം എല്ലാം കഴിയുമ്പോൾ തോന്നും ഞാൻ എന്തിനതൊക്കെയും പറയണേന്ന് തോന്നും. ഈശ്വരോ രക്ഷത്.